ഇന്ന് ഡ്രോയർ തുറന്നിട്ട് എന്തോന്ന് തപ്പിയെടുക്കുമ്പോഴാണ് ഇതാകെ മൊത്തം കച്ചറായിട്ടൊക്കെ എടുക്കണമെന്നാ പിന്നെ ഒന്ന് വൃത്തിയാക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ രണ്ടാളും ഇവിടെ കഷ്ടപ്പെട്ട് കൊട്ടമ്മലൊക്കെ കയറി നോക്കണ് ഞാൻ എന്തതിൻ്റെ അകത്ത് ചെയ്യണമെന്ന്. കുറെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള കുറെ ബില്ലുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സർട്ടിഫിക്കറ്റും പ്രൂഫുകളും കാര്യങ്ങളും അങ്ങനെ കട ഒരു പഴയ പേഴ്സ് ഇതിൽ കിടന്നായിരുന്നു. അപ്പൊ അതിമന്ന് ഇങ്ങനെ കഷ്ണങ്ങൾ പൊട്ടിയിട്ടാണ് ഈ കിടക്കണൊക്കെ. ഇവരും ഇതിൻ്റെ അകത്ത് എന്ത് കൗതുകം ഉള്ളതെന്ന് വിചാരിച്ചിട്ടാണ് എത്തിച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് വൃത്തിയാക്കി എടുത്ത് ഇപ്പൊ ഇത്രയും ബില്ലുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. പിന്നെ പിള്ളേര് നിലത്ത് ആകെ കളിക്കണമൊക്കെ വെതറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ ഇപ്പൊ കുറെ നേരമായി വോട്ട് ചെയ്തിട്ട് വരാൻ പറയണ്. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പൊ പാത്തുവിന്റെ അംഗനവാടിയിലാണ് കേട്ടോ പോയിട്ട് വോട്ട് ചെയ്യണത്. അങ്ങനെ കണ്ണൊക്കെ എഴുതി ലിബാമൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം പോയി. അപ്പൊ പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ വോട്ടൊക്കെ ചെയ്തിട്ട് വേഗം പോകും. വോട്ട് ചെയ്ത് വന്നപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു മോരിന്റെ കുപ്പി ഇരിക്കണം കണ്ടു. കുടിച്ചു നോക്കുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ കലക്കി രണ്ട് കാന്താരിയൊക്കെ ഇട്ട് അടിച്ചു കുടിക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിള്ളേരും കൂടെ ചോദിച്ചുകൊണ്ട് പിന്നെ കാന്താരി ഒന്നും ഇട്ടില്ല. കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറൊക്കെ കഴിക്കണത്. ഇന്ന് ചോറിൽക്ക് മോരുകറിയും പിന്നെ ഞാൻ സവാള കുഴച്ചുണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ്. ചോറ് കഴിക്കാൻ ഈ ഒരു ചമ്മന്തി തന്നെ ധാരാളമാണ്. പിന്നെ മോരുകറിയും കൂടെ കണ്ടപ്പോൾ അതിങ്ങനെ ഒഴിച്ചു എന്ന് മാത്രം. പണ്ട് എൻ്റെ ഉപ്പ എപ്പോഴും ഉണ്ടാക്കി തന്നിരുന്ന ഒരു ചമ്മന്തിയാണ് കേട്ടോ. എൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം പിന്നെ ഈ സംഭവം ഉണ്ടാക്കണം മെയിൻ ആള് ഞാൻ തന്നെയാണ്. അപ്പൊ എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ താത്തയും ഉമ്മയൊക്കെ പറയും ചിലപ്പോൾ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പൊ പ്രത്യേകിച്ച് കറികളില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ വല്ല പച്ചക്കറി കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോഴോ ഇതുപോലെ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ ശരി, ബൈ.